തള്ളിവിട്ടവർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും കേട്ടോ. മുസ്തഫാജി, അയാളിപ്പോൾ അടുത്ത് മരിക്കും. ആ 10 ഏക്കർ റബ്ബർ തോട്ടം എനിക്ക് വേണം. നിക്ക്, ആ ടൗണിലെ കടമുറികൾ എനിക്ക് വേണം. പണവും സ്വത്തും കൈക്കലാക്കാൻ വേണ്ടി സ്നേഹം നടിച്ചു വരുന്ന ബന്ധുക്കൾ. അല്ലാ, കണ്ട മോളെ, രക്തബന്ധമുള്ളവരൊക്കെ എൻ്റെ മരണത്തിന് കാത്തു നിൽക്കുക. വക്കീലിനോട് വരെ എൻ്റെ മരണത്തെക്കുറിച്ച് പോലും ചോദിച്ചാണ്. നിൻ്റെ ഈ സ്നേഹമാണ് എനിക്ക് സമാധാനം നൽകണേ. നിൻ്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ല, നമ്മൾ അസ്മനെ ഒന്ന് കാണാൻ പോയാലോ? ഓളെ കെട്ടിച്ചയച്ചതിൻ്റെ ശേഷം ആരും പോയി നോക്കിയില്ലല്ലോ. ഓളവിടെ സുഖമായി ജീവിച്ചോട്ടെ, ഞമ്മള് ചെന്നുകാണ്ട് ഇനി ശല്യം ചെയ്യണ്ട. ഇപ്പം ചെന്നാലേ വിചാരിക്കും ഞമ്മള് പണം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. പിന്നെ അയാൾ ഞമ്മക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം തന്നിട്ടുണ്ടല്ലോ. മോളെ അസ്മ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ നഴ്സുമാരെ പോലെ പണിയെടുക്കുന്നത്? നിനക്ക് ഇത്രയും പണമുള്ളപ്പോ നല്ല വസ്ത്രങ്ങൾ ധരിച്ചൂടെ? മുസ്തഫാജി മരിച്ചാൽ എല്ലാ സ്വത്തും നിനക്ക് തന്നെ കിട്ടുമല്ലോ. നിനക്ക് സുഖമായി ജീവിച്ചുകൂടെ? താത്ത, ഞാൻ ഇവിടെ വന്നത് പണം മോഹിച്ചല്ല. വിധിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹം എന്നെ ഒരു മകളെ പോലെയാണ് കാണുന്നത്. ആ സ്നേഹത്തിന് പകരമായി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കൂലേ? സ്വർണവും പണവും ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ താത്ത. ശരി, എന്നാ ഞാൻ പോട്ടെ. മോളെ മോളെ നിങ്ങള് വിളിച്ചോ? എന്തേ? ഇച്ചൊന്ന് നിസ്കരിക്കണം, അതിന് ഓർമ്മ എടുക്കണം. ചെയ്യാട്ടോ. മോളെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച റഹ്മത്താണ്. നിന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവർ ഒരിക്കൽ പശ്ചാത്തപിക്കും. അന്ന് അവരോട് നീ ക്ഷമിക്കണം, പ്രതികാരമൊന്നും ചെയ്യരുത്. മോളെ, നിന്റെ ആഗ്രഹങ്ങളൊന്നും എന്നോട് ഇതുവരെ നീ പറഞ്ഞിട്ടില്ലല്ലോ. വസ്ത്രവും സ്വർണവും പണവും ഇതൊന്നും നിനക്ക് വേണ്ടേ? ഒന്നും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. വസ്ത്രോ പണോ ആഭരണങ്ങളോ അതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ബാപ്പാക്കൊരാഗ്രഹം ഉണ്ടായി, എനിക്കൊരു ജോലി ആവണം എന്നുള്ള. അതിനൊന്നും കഴിഞ്ഞില്ല. എനിക്ക് ഒരു ജോലി വാങ്ങണം, എന്നിട്ട് പാവപ്പെട്ട കുട്ടികളൊക്കെ സഹായിക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു എല്ലാം പൂർത്തീകരിച്ച് തരും ഇൻഷാ അള്ളാഹ്. കരണ്ട. അഡ്വക്കറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞു. ഓപ്പം ഇവിടെ എത്തും. മോളെ, നീ കുറച്ച് നേരം ഒന്ന് പുറത്തിരിക്ക്. എനിക്ക് അഡ്വക്കറ്റിനോടൊന്ന് സംസാരിക്കണം. മോളെ, ഇവിടെ വാ. മോളെ, വിധി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന മാതിരി ആകൂല. പക്ഷെ അള്ളാഹു നീതിമാനാണ്. നീ ചെയ്ത നന്മകൾക്കൊന്നും ഒരിക്കലും പ്രതിഫലം കിട്ടാതിരിക്കില്ല. മോളെ, നീ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾക്ക് അള്ളാഹു നിനക്ക് വലിയൊരു വഴി കാട്ടിത്തരും. കിടക്ക ഞാൻ വെള്ളം കൊണ്ടുവരാം കേട്ടോ.
നോക്കി വെള്ളം കുടിക്കല്ലേ. മോളെ, നീ തരുന്ന സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അഡ്വക്കേറ്റ് വന്നു പോയതിനു ശേഷം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എന്താണ് അവര് പറഞ്ഞിനി? നോക്കി സുബഹി ബാങ്ക് കൊടുത്ത് എണീക്കല്ലേ. എൻ്റെ നിസ്കാരം കഴിഞ്ഞാണ് കേട്ടോ. നോക്കി എന്താകെ തണുത്തുക്കണല്ലോ. നോക്കി ആകെ തണുത്തുക്കണല്ലോ. നോക്കി എഴുന്നേൽക്ക്, നിസ്കരിക്കണ്ടേ? നമുക്ക് ഈ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം. അസ്മ, നീ ആരായി വീട്ടിരിക്കാൻ? ഇന്നലെ കയറി വന്ന നിനക്ക് ഈ സ്വത്ത് വിട്ടുതരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നീ ഇവിടെ വന്ന് സേവനം ചെയ്തെന്ന് കരുതി ഈ വീട് നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. നിനക്ക് തന്ന മഹറിന്റെ പണം തന്നെ ധാരാളം. എന്താണ് ഇവിടെ? എല്ലാവരും ഒന്ന് ശാന്തരാവും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനാണല്ലോ നിങ്ങളുടെ കുടുംബ വക്കീൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും. ഇത് ഹാജി സാഹിബ് മരിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ള വസീയത്താണ്. ഇത് പ്രകാരം അദ്ദേഹത്തിന്റെ മുതല് അല്ലെങ്കിൽ സ്വത്ത് ആർക്കൊക്കെ കൊടുക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരും കേൾക്കെ തന്നെ വായിക്കാം. എന്നാൽ വായിക്ക് കേക്കട്ടെ. ഓക്കെ, ഞാൻ വായിക്കുകയാണ്. ഞാൻ ഹാജി മുസ്തഫ എൻ്റെ പൂർണ്ണ ബോധത്തോടെ എഴുതുന്നതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് എനിക്ക് കൂട്ടിരിക്കാൻ എൻ്റെ രക്തബന്ധമുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ എല്ലാവരും തന്നെ എൻ്റെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അസ്മ എന്ന പെൺകുട്ടി എന്നെ മകളെപ്പോലെ പരിചരിച്ചു. എൻ്റെ അസുഖങ്ങളും കഷ്ടപ്പാടുകളും അവൾ സ്വന്തം വേദന പോലെ ഏറ്റെടുത്തു. അതിനാൽ എൻ്റെ ഈ വലിയ വീടും പുരയിടവും ടൗണിലെ 10 കടമുറികളും റബ്ബർ തോട്ടവും ബാങ്ക് ബാലൻസും ഞാൻ അസ്മയുടെ പേരിൽ എഴുതി വെക്കുന്നു എന്ന് ഹാജി മുസ്തഫ ഉപ്പ്. അതെങ്ങനെയാ ശരിയാകാ? ഇത് ചതിയാണ്. അവൾ മരുന്നിലെന്തോ മയക്കു നൽകി ഒപ്പിടിച്ചതാണ്. ഞങ്ങൾ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വസിയത്ത് എഴുതിയ സമയത്ത് കൃത്യമായി വീഡിയോ റെക്കോർഡോട് കൂടിയാണ് പകർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയാലും നിങ്ങൾക്കൊന്നും തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ വാക്കിനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്കുമാണ് വിജയം. മോളെ, നിന്റെ കഷ്ടപ്പാടിന് ഫലം കിട്ടി. ഇനി ഞാനും എൻ്റെ മൂത്താപ്പി ഇങ്ങോട്ട് മാറുകയാണ്. ഇനി നമ്മൾ ഈ ബംഗ്ലാവിൽ താമസിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഏതായാലും ഇതൊന്നും നോക്കി നടത്താൻ കഴിയൂലല്ലോ. നിന്റെ പേരിലുള്ള ഈ സ്വത്ത് ഞാൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കും മോളെ. നിങ്ങൾ എന്തിനാണ് പോയത്? എനിക്ക് പണമോ സ്വത്തോ ഒന്നും വേണ്ട. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മതിയായിരുന്നു. ഒറ്റക്കാക്കി പോയില്ല. അസ്മ, ഞമ്മക്കേ ആ റബ്ബർ തോട്ടൊക്കെ വിൽക്ക. എന്നിട്ട് ടൗണിൽ നല്ല ബിസിനസ് തുടങ്ങാം. എന്നിട്ട് എൻ്റെ മൂത്താപ്പാനെ ഞമ്മക്ക് എൻ്റെ മാനേജർ ഉണ്ടാക്കാം. പിന്നെ ഇജ്ജ് പണ്ട് പറയലില്ലേനിയോ എനിക്ക് പഠിക്കാൻ പോകണം, ജോലി വാങ്ങണം എന്നൊക്കെ. ഇജ്ജ് എങ്ങട്ടാ എൻ്റെ ഇഷ്ടം പോലെ എങ്ങട്ടാന്ന് വെച്ചാൽ പോയിക്കോണ്ടി. സ്വത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിഞ്ഞേ. വേണ്ട മുത്തമ്മ, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അദ്ദേഹം വക്കീലിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം. പിന്നെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്.
അപ്പൊ ഞാനിവിടെ ഒറ്റക്ക് നിന്നാലേ അതൊക്കെ ശരിയാവുള്ളൂ. നിങ്ങളൊന്നും ഇവിടെ ഉണ്ടായാ അതൊന്നും ശരിയാവൂല. എന്താടി ജി പറയണത്? ജി ഞങ്ങളെ പുറത്താക്കുക? ഞങ്ങൾ എന്റെ ബന്ധുക്കളല്ലേ? ബന്ധുക്കളായിരുന്നു. ഞാൻ വിശന്ന് വലഞ്ഞപ്പോ ആഹാരം പോലും തരാതെ എന്നെ കഷ്ടപ്പെടുത്തിയവർ, പണത്തിന് വേണ്ടി ഒരു 80 വയസ്സുകാരനോട് എന്നെ കല്യാണം കഴിപ്പിച്ചവർ, അവരെ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മുസ്തഫാജി എനിക്ക് നൽകിയത് വെറും ഒരു സ്വത്തല്ല, അദ്ദേഹം പുതിയൊരു ജീവിതമാണ് എനിക്ക് നൽകിയത്. അത് നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കൂല. ഓളൊരു അഹങ്കാരം കണ്ടോ, അവൾ അനുഭവിക്കൂല. അടിച്ചു തോന്നും. ഒറ്റക്ക് ഇവിടെ കിടന്ന് നരകിക്കും.